അമിത്ഷാ ഉപപ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. ഒരുപാട് പ്രേക്ഷകർ അത് കണ്ടു. ഒരുപാട് പേർ എന്നെ വിളിച്ചു. ഒരുപാട് പേർ മെസ്സേജ് അയച്ചു. അവർ പറയുന്നത് ശരിയാണ്, അതിന് സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ യോഗിക്കല്ലേ സാധ്യത എന്ന് ഇപ്പോഴും സംശയിക്കുന്ന ചിലരുണ്ട്. ഇനി അമിത്ഷാ ഉപപ്രധാനമന്ത്രി ആകുമോ എന്നത് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നു എന്നുള്ള വർത്തമാനം നിങ്ങളുമായി പങ്കുവച്ചതാണ്. പക്ഷേ ഞാൻ നോക്കുന്നത് യോഗി ആദിത്യനാഥാണോ അമിത്ഷായാണോ പ്രധാനമന്ത്രിയാകാൻ കൂടുതൽ സാധ്യത എന്ന് നോക്കുമ്പോൾ നരേന്ദ്രമോദി 75 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് മാറും എന്നൊക്കെയുള്ള സ്പെക്കുലേഷൻ ഉള്ളത് കൊണ്ടാണല്ലോ അടുത്ത പ്രധാനമന്ത്രി ആര് എന്നുള്ള ചോദ്യം വരുന്നത്, അല്ലെങ്കിൽ മോദിക്ക് ശേഷം ആരെന്നുള്ള ചോദ്യം വരുന്നത്. അവിടെ നോക്കുമ്പോൾ വയസ്സൊരു ഘടകമാണ്. അമിത്ഷായ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ? നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കി, അമിത്ഷായ്ക്ക് എത്ര വയസ്സുണ്ട്? കണ്ടാൽ തോന്നുന്ന പ്രായമല്ല അമിത്ഷായുടെ പ്രായം. 1964 ഒക്ടോബർ 11-ാം തീയതിയാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ BJPയുടെ ഏറ്റവും ശക്തനായ ചാണക്യനായ അമിത്ഷാ ജനിക്കുന്നത്. അതായത് 61 വയസ്സ്. അമിത്ഷായുടെ ബിരുദം എന്ന് പറയുന്നത്, അദ്ദേഹം അഹമ്മദാബാദ് ജിയൂഷ സയൻസ് കോളേജിൽ നിന്ന് BSc ബയോകെമിസ്ട്രിയിൽ ബിരുദം നേടിയ ആളാണെന്നാണ് എൻ്റെ അറിവ്. യോഗി ആദിത്യനാഥിന് എത്ര വയസ്സുണ്ട്? യോഗിയുടെ ജന്മതീയതി ഞാൻ പറയാം. 1972 ജൂൺ 5, അതായത് 54 വയസ്സ്. പ്രധാനമന്ത്രിയാകാൻ പ്രായം ഒരു ഘടകമാണെങ്കിൽ അത് അമിത്ഷായ്ക്ക് അനുകൂലമാണ്. ഉപപ്രധാനമന്ത്രി ആകാനുള്ള യോഗ്യത ഈ പ്രായം മാത്രമല്ല, മോദി തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ വളരെ കൃത്യമായി നടപ്പാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അമിത്ഷായാണ്. ഇന്ത്യയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് അവരുടെ സ്വപ്ന സീറ്റായ 400-ലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ കരുതുന്നു ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് ഒരു വർഷം മുമ്പെങ്കിലും NDA 400 എന്നുള്ള മാജിക് ഫിഗറിൽ തൊട്ടേക്കും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ടാക്കി കൊടുത്തത് അമിത്ഷാ എന്നുള്ള രാഷ്ട്രീയ ചാണക്യൻ്റെ നീക്കങ്ങളാണ്. ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യനാണ് അമിത്ഷാ. അദ്ദേഹത്തെ ഒരുപക്ഷെ നരേന്ദ്രമോദി ഉപപ്രധാനമന്ത്രിയാക്കിയേക്കാം. പാർട്ടി BJP ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ നട്ഷൽ. അപ്പം ഞാൻ പറഞ്ഞത്, യോഗി ആദിത്യനാഥിന് പ്രധാനമന്ത്രിയൊക്കെ ആകാൻ 54 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹത്തിന് ഇനി എത്രയോ കാലം കിടക്കുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അമിത്ഷായെക്കുറിച്ച് പറയുമ്പോൾ, അമിത്ഷാ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ അമിത്ഷായാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ശ്രദ്ധേയമാണ്. ഞാൻ അമിത്ഷായെക്കുറിച്ച് അത്ഭുതപ്പെടുന്നത്, അദ്ദേഹം പറഞ്ഞു 2026 മാർച്ച് 31 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ, അതായത് 2026 സാമ്പത്തിക വർഷം തീരുമ്പോൾ ഇന്ത്യയിൽ റെഡ് ടെറർ, ചുവപ്പ് ഭീകരത, മാവോയിസ്റ്റ് ഭീകരത ഉണ്ടാവില്ല എന്ന് കാലേക്കുട്ടി പറഞ്ഞു. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു. എങ്ങനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും? ഒരു ഭീകര പ്രസ്ഥാനത്തെ ഒരു ഡേറ്റ് വെച്ച്, ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ച് ഫിനിഷ് ചെയ്തിരിക്കും, അവസാനിപ്പിച്ചിരിക്കും എന്നൊക്കെ പറയുന്നത് ഇത്ര കടന്ന കൈയല്ലേ, ഇത്തിരി കടന്ന കൈയല്ലേ, അത് സാധ്യമാകുമോ എന്നൊക്കെ ആലോചിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ആ പറഞ്ഞ തീയതിയിൽ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. മാവോവാദികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഒരു ഭീകര പ്രസ്ഥാനം ഇന്ത്യയിൽ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. ഒരുപാട് പേർ ആയുധം വെച്ച് കീഴടങ്ങി. അവർ കീഴടങ്ങിയവർക്കൊക്കെ പുതിയ പുനരധിവാസ പദ്ധതികളുമൊക്കെ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അവർക്ക് ഫണ്ട് കൊടുത്തിരുന്ന തിമോത്തി ഇനിഷ്യേറ്റീവ്സ് പോലെയുള്ള സ്ഥാപനങ്ങളെ വിലക്കാനുള്ള സംവിധാനങ്ങളും കൊണ്ടുവന്നു. പിടിച്ചവനെയൊക്കെ UAPA ചാർത്തി FCRA ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. അപ്പോൾ അമിത്ഷാ എന്നുള്ള മനുഷ്യൻ വെറുതെ ഇരിക്കുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞ 12 വർഷമായി അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഒരു മൂക്കിപ്പനി പോലും പ്രധാനമന്ത്രിക്ക് വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹം ഉറങ്ങുന്ന സമയം ഒരു ദിവസം വളരെ കുറവാണ്. അതുപോലെ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ് നരേന്ദ്രമോദി. എന്നാൽ അതിലൊട്ടും മോശമല്ലാത്ത തരത്തിൽ ഏതാണ്ട് അതിനൊപ്പം തന്നെ കർമ്മനിരതനായിരിക്കുന്ന ആളാണ് അമിത്ഷാ. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തെമ്പാടും യാത്ര ചെയ്യുന്നുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ പറഞ്ഞു മോദി ലോകം ചുറ്റാൻ പോകുന്നു, ചായക്കടക്കാരന് അയാളുടെ പൂതി തീർക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ പറയുന്നുണ്ട്, മോദി ലോകത്തെമ്പാടും യാത്ര ചെയ്തതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്
ഉണ്ടായിട്ടുള്ള ഗുണങ്ങളെന്നാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് ലോകത്തെ മറ്റു രാജ്യങ്ങളിൽ ഇന്ന് കിട്ടുന്ന ആദരവിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തിട്ടുള്ള നിലപാടുകളാണ്. ഇവിടുത്തെ സുഡാപ്പികൾ അംഗീകരിക്കത്തില്ല. പക്ഷേ ഞാൻ അവരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പോറ്റമ്മ എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നത്? നിങ്ങൾ ആ രാജ്യങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നവരാണ്. പക്ഷേ അവർക്ക് ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് നരേന്ദ്രമോദിയാണ്, ബി ജെ പിക്കാരനാണ്, RSSകാരനാണ്. നിങ്ങൾക്കത് ദഹിക്കത്തില്ല, നിങ്ങളത് അംഗീകരിക്കത്തില്ല. അത് കുറ്റമല്ല കേട്ടോ, അതങ്ങനെയാണ്. നിങ്ങളുടെ ഒരു ഗതികേട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമ്മൾ പറഞ്ഞു വന്ന അമിത്ഷായെ കുറിച്ചിട്ടാണ്. അപ്പം മോദി എല്ലാ രാജ്യങ്ങളിലും പോകുന്നുണ്ട്. അദ്ദേഹത്തിന് വിസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ അമേരിക്ക പലതവണ അദ്ദേഹം സന്ദർശിച്ചു. ഇപ്പോൾ ട്രംപ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഇന്ത്യയിലോട്ട് വരട്ടെ എന്നുള്ളത്. പക്ഷേ അമിത്ഷാ എവിടെയൊക്കെ പോയിട്ടുണ്ട്? 2006 അമിത്ഷാ അവസാനമായി ഒരു വിദേശയാത്ര നടത്തിയത്. നമ്മൾ വിദേശയാത്ര നടത്തണമെങ്കിൽ നമുക്ക് പാസ്പോർട്ട് വേണം. നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ അല്ല. അതങ്ങനെ എൻ്റെ പേരെഴുതി, എൻ്റെ അഡ്രസ്സ് എഴുതി, എൻ്റെ അച്ഛൻ്റെ പേരെഴുതി, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തുള്ള പാസ്പോർട്ട് എൻ്റെ അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചാൽ, ആ പാസ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടിയാണ്, എപ്പോൾ ചോദിച്ചാലും തിരിച്ചു തരണമെന്ന്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ 1967 പാസ്പോർട്ട് നിയമത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് രാജ്യത്തെ പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല. ചില സാഹചര്യങ്ങളിൽ വിദേശികൾക്ക് പോലും ഇന്ത്യ പാസ്പോർട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പോർട്ട്, തുറമുഖം, എയർപോർട്ട്, അതായത് പോർട്ട് കടന്ന് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ള രേഖയാണ്. ഇയാൾ ഇവിടെയുണ്ട്, ഇയാൾക്കെതിരെ ഇവിടെ കേസൊന്നുമില്ല, ഇയാൾക്ക് ഈ രാജ്യം വിട്ടു പോകാം. കേസിലെ പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വേറെ രാജ്യത്ത് പോയി അഭയം തേടുന്നത് പോലെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോലീസ് വെരിഫിക്കേഷനൊക്കെ നടത്തിയിട്ട് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്. പോലീസ് പരിശോധിക്കും ഇയാൾക്കെതിരെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഗുരുതരമായ കുറ്റകൃത്യങ്ങളുണ്ടെങ്കിൽ ഇയാൾ വിദേശത്തേക്ക് പോയാൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം പരിശോധിച്ചിട്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പാസ്പോർട്ട് കിട്ടുന്നത്. ആ താടിക്കാരൻ പത്രാധിപരുണ്ടല്ലോ ടെലഗ്രാഫിൻ്റെ, അയാൾക്ക് പാസ്പോർട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. VD സതീശൻ ഒരു കത്തയച്ചു സുവേന്ദു അധികാരിക്ക്. ആ കത്തിൽ പറയുന്നുണ്ട് സതീശൻ, അതായത് പോലീസ് വെരിഫിക്കേഷൻ എതിരായതുകൊണ്ട് അദ്ദേഹത്തിന് പാസ്പോർട്ട് കിട്ടിയില്ല എന്ന്. അല്ലാതെ മോദി പറഞ്ഞിട്ട് ടെലഗ്രാഫിൻ്റെ പത്രാധിപരുണ്ട് താടിക്കാരൻ, ആകപ്പാടെ 10,000 താഴെ കോപ്പി അച്ചടിക്കുന്നത്, 10,000 പോലും ഉണ്ടോയെന്ന് അറിയത്തില്ല, ഒരു പത്രം. ആ കൽക്കത്തയിലും പരിസര പ്രദേശത്തൊക്കെ ഉള്ളൊരു പത്രം. അതിൻ്റെ ഒരു പത്രാധിപർ ഇയാളെ നരേന്ദ്രമോദി അറിയുമോ എന്ന് പോലും അറിയത്തില്ല. അയാൾക്ക് പാസ്പോർട്ട് കൊടുക്കരുത്, അയാൾക്ക് പാസ്പോർട്ട് കൊടുക്കരുത് എന്ന് മോദി പറഞ്ഞതുകൊണ്ടൊന്നുമല്ല ഏപ്രിൽ 17 അയാളുടെ മകളുടെ വിവാഹം അമേരിക്കയിൽ നടന്നതിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയത്. മമതാ ബാനർജിയുടെ പോലീസ് വെരിഫിക്കേഷനിൽ വീഴ്ച വരുത്തി. അതാണ് സതീശൻ പറഞ്ഞത്, ആ പോലീസ് വെരിഫിക്കേഷൻ ഒന്ന് ശരിയാക്കി കൊടുത്താൽ ഈ രാജഗോപാലിന് പാസ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ സതീശൻ കത്തയച്ചുകൊണ്ടൊന്നുമല്ല, അത് ശ്രദ്ധയപ്പെട്ടപ്പോൾ ഇയാൾ വേണം പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പാസ്പോർട്ട് കൊടുത്തു. പോലീസ് വെരിഫിക്കേഷൻ BJP സർക്കാർ വന്നപ്പോൾ റെഡിയാക്കി കൊടുത്തു. അതിനെ ആരും പ്രശംസിച്ചില്ല കേട്ടോ. TMCയുടെ സർക്കാർ പോലീസ് വെരിഫിക്കേഷൻ നടത്തി രാജഗോപാലിൻ്റെ പാസ്പോർട്ട് തടഞ്ഞു. എന്നാൽ നരേന്ദ്രമോദിയുടെ BJP മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പോലീസ് പാസ്പോർട്ട് കൊടുത്തു. അത് വാർത്തയേ അല്ല, അത് ചർച്ചയേ അല്ല. അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നതല്ല. 2006 ശേഷം കഴിഞ്ഞ 20 വർഷമായി ഒരു വിദേശ യാത്ര പോലും നടത്തിയിട്ടില്ലാത്ത ആളാണ് കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമനായ അമിത്ഷാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യം അതാണ്. അമിത്ഷായുടെ പക്കൽ പാസ്പോർട്ടില്ല. അമിത്ഷാ 2006 ശേഷം തൻ്റെ പാസ്പോർട്ട് പുതുക്കിയിട്ടില്ല. അത്ഭുതകരമായിട്ട് തോന്നില്ലേ? നമ്മുടെ നാട്ടിൽ എല്ലാ രാഷ്ട്രീയക്കാരും എടുത്തു വെച്ചിട്ടുണ്ട് പാസ്പോർട്ട്. എപ്പോഴാണ് ഒരു വിളി, വിദേശത്തേക്ക് പോകാൻ ഒരു അവസരം കിട്ടിയാൽ കൊണ്ടുപോകാൻ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, സ്പോൺസർഷിപ്പും ഒക്കെ ആയിട്ട് ഉണ്ടാവും. ഒരു രാഷ്ട്രീയക്കാരൻ ആഗ്രഹിച്ചാൽ ആരാണ് കൊണ്ടുപോകാത്തത്? എൻ്റെ പാവപ്പെട്ട എന്നോട് പറയുന്നുണ്ട് വാ വിദേശത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. നിങ്ങളൊന്നും അറിയണ്ട, ഇങ്ങോട്ട് പോന്നാൽ മതി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ പിന്നെ രാഷ്ട്രീയക്കാരുടെ കാര്യം പറയണോ? പക്ഷേ അമിത്ഷായ്ക്ക് പാസ്പോർട്ടില്ല. 2006 ശേഷം അമിത്ഷാ പാസ്പോർട്ട് പുതുക്കിയിട്ടില്ല. അമിത്ഷാ എന്താ പറയുന്നതറിയോ? എനിക്ക് ഈ രാജ്യത്ത് ഒരുപാട് പണികളുണ്ട്. ഞാൻ BJPയുടെ നേതാവാണ്, രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രാജ്യത്തിനകത്തെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, രാജ്യത്തിന് പുറത്തെ കാര്യങ്ങളല്ല. അത് വിദേശകാര്യമന്ത്രിയുണ്ട്, പ്രതിരോധ മന്ത്രിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്. പിന്നെ ഞാൻ വിദേശത്ത് പോയിട്ട് എന്തെടുക്കാനാണ്? BJP അധ്യക്ഷനായിരിക്കാൻ അമിത്ഷാ പറഞ്ഞു, ഞാൻ BJPയുടെ അധ്യക്ഷനാണ്, BJP ഇന്ത്യയിലുള്ള പാർട്ടിയാണ്,
ഇന്ത്യക്ക് പുറത്ത് ബി ജെ പിക്ക് യൂണിറ്റുകളില്ല. അവിടെ ബി ജെ പി തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നുമില്ല. പിന്നെ ഞാൻ എന്തിന് വിദേശത്ത് പോകണം? ഞാനിവിടെ നിൽക്കുന്നു. നോക്കൂ, എത്ര സരളമായ, എത്ര സത്യസന്ധമായ ഒരു മറുപടി. വേണമെങ്കിൽ അമിത്ഷായ്ക്ക് വേണമെങ്കിൽ ലോകത്തിലെ ഏത് രാജ്യത്താണ് ആഗ്രഹിച്ചാൽ പോകാൻ കഴിയാത്തത്? പക്ഷെ അദ്ദേഹം പറയുന്നു, നമ്മുടെ പ്രധാനമന്ത്രി ഒരു ദിവസം പോലും അവധിയെടുക്കാതെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ രാജ്യം വിട്ടെങ്ങും പോണില്ല. എനിക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ പരമാവധി സേവിക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുക, രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ സുഗമമാക്കുക എന്നതാണ് എൻ്റെ ജോലി എന്ന് പറയുന്ന അമിത്ഷായ്ക്ക് ഒരു സലാം പറയട്ടെ. അത് പറയാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അമിത്ഷായ്ക്ക് പാസ്പോർട്ടില്ല, പാസ്പോർട്ട് പുതുക്കിയിട്ടില്ല. അമിത്ഷാ വിദേശത്ത് പോകുന്നുമില്ല, പോകാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അമിത്ഷാ എനിക്കും നിങ്ങൾക്കും വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി കർമ്മനിരതനായി ഇവിടെ തന്നെ ഉണ്ടാവും. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്യാൻ മറക്കാതിരിക്കുക.